Good morning, students. Today topic is balance sheet. Already we are discussed the financial statements, other the types of financial statements. The financial statements are mainly divided into two: income statement and position statement. Then the income statement is again divided into two: trading account and profit and loss account. ഓക്കെ, നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫോർമാറ്റ് വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റ്, അതായത് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിന് മുമ്പ് പഠിച്ചത് നമ്മൾ രണ്ടും പഠിച്ചു, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പഠിച്ചത്. പക്ഷേ ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. അവിടെ നമ്മളൊന്നും കണ്ടുപിടിക്കുന്നില്ല. ഇതിലെ ഐറ്റംസ് ഒക്കെ അതിലെഴുതാനുള്ള ഓരോ ട്രാൻസാക്ഷൻസും എഴുതി പിടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റും. അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം ഒരു സൈഡ് എഴുതി, ഡയറക്റ്റ് ഇൻകം വേറെ ഒരു സൈഡ് എഴുതി, രണ്ടും കൂടി കമ്പയർ ചെയ്ത് അവിടെ നിന്നൊരു റിസൾട്ട് എടുത്തു. ദെൻ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് സൈഡ് എഴുതി, ഇൻഡയറക്റ്റ് ഇൻകംസ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതി. എന്നിട്ട് അവിടെയും ബാലൻസ് ചെയ്തപ്പോൾ ഒരു റിസൾട്ട് കിട്ടി. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ബാലൻസ് ഷീറ്റ് വരുമ്പോൾ அங்கே நம்ம ஒன்றும் ட்ரான்ஸ்ஃபர் பண்ண போகிறதில்ல, இல்லை ஒன்றும் புதுசாக கண்டுபிடிக்க போகிறதில்ல. ஸோ அது ஜஸ்ட் ஒரு ஸ்டேட்மெൻറ്റ് മാത്രം ആണ് പറയണത്. ഇറ്റ് കണ്ടെയ്ൻസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, അസറ്റ്സ്, ഇതൊക്കെ അസറ്റും ലയബിലിറ്റീസ്, ഇനി എന്നൊക്കെ ടൈപ്സിലുള്ള അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ടോയെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ്, അതായത് ബാലൻസ് ഷീറ്റിൽ മെയിനായിട്ട് നമ്മൾ എഴുതുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഐറ്റംസ് എന്ന് നമ്മൾ പറയുന്നത് അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ്. ഓക്കെ, ഇറ്റ്സ് പ്രിപ്പയർഡ് ഫോർ ഷോയിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. നമ്മൾ അക്കൗണ്ടിങ്ങോட ഒബ്ജക്റ്റീവ്സ് പഠിക്കുമ്പോഴേ പഠിച്ചിட்டோம். ஸோ மெயினாக வந்துட்டு டு ஃபைண்ட் அவுட் தி ஃபினான்ஷியல் பொசிஷன். ஃபினான்ஷியல் பொசிஷன் அப்படிங்கிறது என்ன அப்படின்னா, ஒரு கம்பெனி ஓரோ வருஷம் முடியும் போதும் ஃபினான்ஷியலி அவங்க எந்த அளவுக்கு ஹெல்த்தியாக അല്ലെങ്കിൽ எந்த அளவுக்கு ஃபிட்டாக இருக்குது அப்படின்னு கண்டுபிடிக்கிறது தான் ഈ ഫിനാൻഷ്യൽ പൊസിഷൻ. മീൻസ് திடீர்னு നമുക്കൊരു ക്രൈസിസ് വന്നിച്ച്, ഇല്ല പെട്ടെന്ന് നമുക്ക് കമ്പനി പൂട്ടി പോകേണ്ടി വന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള കുറേ ബാധ്യത, ഇപ്പോൾ ലയബിലിറ്റി, അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സ്വത്ത്, ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ബാധ്യത, പൊറുപ്പുകൾ. கேபிட்டல் அப்படிங்கிறது നമ്മൾ போடுற மூலதனம். நம்ம ஆல்ரெடி படித்தாச்சு. கேபிட்டல் எப்போவுமே எப்படி கம்பெனி எப்போதுமே அட் த டைம் ஆஃப் தி வைண்டிங் அப் ஆஃப் தி கம்பெனி எப்போ வைண்டிங் அப் ஆகுதோ அப்போ அந்த நம்ம போட்ட முதல் ஓனருக்கு திருப்பி கொடுக்கணும். இட்ஸ் லயபிலிட்டிஸ் இஸ் ஆல்சோ கேபிட்டல் இஸ் ஆல்சோ ஏ லயபிலிட்டி. ஓகே, அப்போ இந்த அசட்ஸும் லயபிலிட்டிஸும், அப்போது இங்கே இந்த என்னென்ன ஃபினான்ஷியல் பொசிஷனை என்ன அப்படின்னா, ഒരു സുപ്രധാന സാഹചര്യത്തിൽ നമ്മൾ ഈ അസറ്റ്സിനെ, അതായത് നമുക്ക് കമ്പനി പൂട്ടിപ്പോകേണ്ടി വന്നാൽ നമ്മുടെ ലയബിലിറ്റീസ് എല്ലാം, അതായത് നമ്മുടെ പൊറുപ്പുകളെല്ലാം കൊടുത്ത് മുടിച്ചതുക്കപ്പുറം தான் നമ്മൾ ക്ലോസ് பண்ணி போக முடியும். ஸோ അപ്പോൾ ഈ ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് സ്വത്തുക്കൾ, അതായത് അസറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അത് ഏത് രീതിയിലാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു എന്താണ് സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അസറ്റ്സ് ആർ ഷോൺ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെയും ടി ഷേപ്പിലുള്ള അക്കൗണ്ട് അത് ഫോർമാറ്റാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ലയബിലിറ്റീസാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ അസറ്റ്സ് എഴുതും. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇനി ഇറ്റ്സ് പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോൾ പ്രിപ്പയർ பண்ணுவோம் அப்படின்னு பார்த்தீங்கன்னா അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിന് അത് എപ്പോൾ മുടിയുതോ ആ മുടിയുന്ന ടൈംസ്. ഇപ്പോൾ ഇയർലി ആണെങ്കിൽ മാർച്ച് 31 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ തീരും. ആ മാർച്ച് 31 ശേഷം ആ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ്സ് പ്രിപ്പയർഡ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞ ഇൻകം സ്റ്റേറ്റ്മെൻറ്റുകളായ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ബാലൻസ് ഷീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഷീറ്റ് பிகாஸ் எதனால் இதை வந்துட்டு பேலன்ஸ் ஷீட் அப்படின்னு சொல்கிறாங்கன்னு பார்த்தீங்கன்னா, இட் இஸ் எ ஸ்டேட்மெண்ட் ஆஃப் பேலன்சஸ் ஆஃப் லெட்ஜர் அக்கௌண்ட்ஸ் விச் ஹாவ் நாட் பீன் க்ளோஸ் டில் த ப்ரிப்பറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ലെഡ്ജറിൽ ഞാൻ പഠിച്ചിരിക്കും ഓൾറെഡി. സോ അപ്പോൾ ഈ ഓരോ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസസും നമ്മളിവിടെ ജസ്റ്റ് എഴുതി വെച്ച് ബാലൻസ് ചെയ്ത് പോകുന്നത് കൊണ്ട് മാത്രം പുതിയതായിട്ട് ഇവിടെ ഒരു റിസൾട്ട്സും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. അസറ്റ്സും ലയബിലിറ്റീസും അതത് സൈഡ് എടുത്ത് പോകുമ്പോൾ ഇനി എഡ്യൂക്കേഷണൽ വ്യൂവിൽ അത് ടാലി ആയി പോകും. സോ അപ്പോൾ അങ്ങനെ ആയി പോകുന്നതിനാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ബാലൻസ് ഷീറ്റിനെ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് பார்த்தீங்கன்னா ഫീച്ചേഴ്സ് ഓഫ് ബാലൻസ് ഷീറ്റ്.
ബാലൻസ് ഷീറ്റോടെ ഫീച്ചേഴ്സ് அப்படின்னா என்ன, பேலன்ஸ் ഷീറ്റോட ഗുണാംശങ്ങൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ, നേച്ചർ എന്നൊക്കെ ചോദിച്ചാൽ ഇത് തന്നെ എഴുതാനുള്ളത്. അത് നമ്മൾ ഓൾറെഡി മീനിങ്ങിൽ പഠിച്ചത് ഏതാ, ഇങ്ങേയും പഠിக்க போகிறோம். இட் இஸ் எ ஸ்டேட்மெண்ட்டு தென் ப்ரிப்பேர்டு அஸ் ஆன் எ பர்டிகுலர் டேட், ஒரு பர்டிகுலர் டேட்டில் தான் இது நம்ம ப்ரிப்பேர் பண்ணுவோம். ஸோ தட்ஸ் எண்ட் ஆஃப் தி அக்கௌண்டிங் இயர். ப்ரிப்பேர்டு ആഫ്റ്റർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്, സോറി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇറ്റ് റിവീൽസ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ஆஃப் தி பிஸ்னஸ். எதுக்காக பேலன்ஸ் ஷீட் நம்ம ப்ரிப்பேர் பண்ணுறோம், வாட் ஆர் த ஆப்ஜெக்டிவ்ஸ் அப்படின்னு கேட்டால் இட்ஸ் ரிவீல்ஸ் അല്ലെങ്കിൽ ஃபைண்ட் அவுட் தி ஃபினான்ஷியல் பொசிஷன், நம்மளை ஃபினான்ஷியலி எந்த அளவுக்கு ஃபிட்டாக இருக்கும் அப்படின்னு கண்டுபிடிக்கிறதுக்காக தான் நம்ம பேலன்ஸ் ஷீட்டு பண்ணுறோம். த டோட்டல் ஆஃப் அசட் சைடு மஸ்ட் பி ஈக்குவல் டு த டோட்டல் ஆஃப் லைபிலிட்டி சைடு. அதான் இங்கே வந்துட்டு ரெண்டு சைடு, அதாவது லைபிலிட்டி சைட்ஸும் நம்ம இங்கே வந்துட்டு அசட் லைபிலிட்டிஸ் அப்படி ரெண்டு சைட்ஸ், இந்த ரெண்டு சைடுமே ஈக்குவலாகி போகணும். என்ன தான் நம்ம பண்ணியிருக்கிறது கரெக்டு அப்படின்னு நமக்கு சொல்ல முடியும். ஓகே, ஷோஸ் த நேச்சர் அண்ட் அமௌண்ட் ஆஃப் அசட்ஸ் அண்ட் லைபிலிட்டிஸ். அதாவது நேச்சரும் அதனுடைய அமௌண்ட்டு, அதாவது இப்போ லைபிலிட்டிஸ் எல்லாம் எப்படி நம்ம அசட்ஸும் லைபிலிட்டிஸும் ரெக்கார்டு பண்ணுறதுக்குள்ளே அதனுடைய நேச்சர்லாம் காட்டுறதுக்கு தான் பேலன்ஸ் ஷீட்டு. தென் இஸ் எ மிரர் ஆஃப் தி பிஸ்னஸ், அதாவது பிஸ்னஸினுடைய ஒரு கண்ணாடி அப்படின்னு சொல்லலாம். அதாவது என்ன கண்ணாடி அப்படிங்கும்போது நம்ம கண்ணாடி முன்னாடி போய் பார்த்தா நம்மளவே பார்க்குறோம் இல்லையா, அதே மாதிரி பிஸ்னஸோட ஒரு பிஸ்னஸுடைய முகம் பார்க்கும் ஒரு கண்ணாடியாக தான் நமக்கு பேலன்ஸ் ஷீட்டை நம்ம யூஸ் பண்ணுறோம். ஓகே, இனி அடுத்தது பார்த்திங்கன்னா இம்பார்ட்டன்ஸ் ஆஃப் பேலன்ஸ் ஷீட். இம்பார்ட்டன்ஸ் ஆஃப் பேலன்ஸ் ஷீட், இம்பார்ட்டன்ஸ் அப்படின்னா அட்வான்டேஜஸ்ஸு, மெரிட்ஸு, சிக்னிஃபிகன்ஸு எல்லாமே எழுதணும். இட் ரிவீல்ஸ் த எக்ஸாக்ட் ஃபினான்ஷியல் பொசிஷன், அதே தான் மீண்டும் மீண்டும் வரும். அப்போ நீ தென் இட் இண்டிகேட்ஸ் த லிக்விடிட்டி அண்ட் சால்வன்சி ஆஃப் தி பிஸ்னஸ். லிக்யூடிட்டி அப்படின்னா என்ன, லிக்யூடிட்டி அதாவது ஒழுக்கு, லிக்யூடிட்டி அப்படின்னா ஒழுக்கு. அப்போ கேஷ் ஃப்ளோ, அப்போ கேஷ் இன்ஃப்ளோ அண்ட் அவுட்ஃப்ளோ, அதான லிக்யூடிட்டி அப்படிங்கிறது. அதாவது நம்மளுடைய கம்பெனியில் பணத்தோட ஒழுக்கு எப்படி இருக்குது அப்படின்றது தான் லிக்யூடிட்டி. சால்வன்சி அப்படிங்கும்போது என்ன அப்படின்னா, அதை நம்ம சொன்னோம் இல்லையா, நமக்கு திடீர்னு ஒரு கிரைசஸ் எல்லாம் வந்துச்சுன்னா அதை சால்வ் பண்ணுறதுக்குள்ளே கேலிபர் கெப்பாசிட்டி நமக்கு இருக்கா இல்லையா அப்படின்னு கண்டுபிடிக்கிறது. ஸோ தட் இஸ் എന്താണ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഓഫ് ദ ബിസിനസ്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററായിട്ട് ദെൻ ഇറ്റ് ഷോസ് ദി ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്. ஓனர்ஸ் ஈக்விட்டி அப்படின்றது என்ன அப்படின்னா, இப்போ நம்ம சொன்ன கேபிட்டல் கூட ஒரு வருஷம் நமக்கு கிடைக்கக்கூடிய நெட் ப்ராஃபிட்டு இல்லைங்க, அதில் ஈக்விட்டி ஷேர் அந்த மாதிரி உள்ள ஓனர்ஸோட கேபிட்டல், ஓனர்ஸோட ஈக்விட்டியை காமிக்கிறது தான். தென் இட் ஹெல்ப்ஸ் இன் ஃபைண்டிங் அவுட் வெதர் தி ஃபர்ம் இஸ் சால்வ்டு ஆர் நாட். நம்ம அங்கே சொன்ன மாதிரி இது பண்ணி முடிக்கும்போது கம்பெனி இப்போ ஒரு க்ரைசிஸ் வந்துச்சு அப்படின்னா, இல்லைனா ஒரு ஃபினான்ஷியலி ஒரு ப்ராப்ளம்ஸ் வந்துச்சு அப்படின்னா அதை சால்வ் பண்ணுறதுக்குள்ளே கேலிபர் இருக்கா இல்லையா அப்படின்றத கண்டுபிடிச்சிடலாம். இட் ஹெல்ப்ஸ் இன் ப்ரிப்பேரிங் தி ஓப்பனிங் என்ட்ரிஸ் அட் தி பிகினிங் ஆஃப் தி இயர். அதாவது ஓப்பனிங் என்ட்ரிஸ் வந்து அதை அடுத்த இயர் தொடங்கும் போது நம்ம என்னென்ன பண்ணணும் அதை பற்றி உள்ள ஒரு என்ன சொல்கிறது, ஒரு ப்ரிப்பரேஷன் எடுக்கிறதுக்கு நமக்கு ஹெல்ப்ஃபுல்லாக இருக்கும். அதுதான் இம்பார்ட்டன்ஸ் ஆஃப் பேலன்ஸ் ஷீட். அடுத்து பார்த்திங்கன்னா ஃபார்மேட் ஆஃப் பேலன்ஸ் ஷீட். அதாவது பேலன்ஸ் ஷீட்டில் நம்ம ப்ராஃபிட் அண்ட் லாஸ் அக்கௌண்ட்டு, ட்ரேடிங் அக்கௌண்ட்டுக்குள்ள ஃபார்மேட்டெல்லாம் பார்த்தோம். ஸோ அதே மாதிரி இங்கே ஃபார்மேட் ஆஃப் பேலன்ஸ் ஷீட் பார்த்திங்கன்னா 2 ஃபார்ம்ஸ் ஆஃப் பேலன்ஸ் ஷீட் நேம்டு. 2 தரத்திലുള്ള ஃபார்மேட் உண்டு, ஹொரிசான்டல் ஃபார்ம் அண்டு வெர்டிக்கல் ஃபார்ம். அப்படி 2 ஃபார்மாக நம்ம வந்துட்டு பண்ணுவோம். தென் அடுத்து அதில் பார்த்திங்கன்னா ஹொரிசான்டல் ஃபார்ம். ஹொரிசான்டல் அப்படிங்கிறது என்ன, അതായത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ നോർമലി ഈ ഹൊറിസോണ്ടൽ ഫോമാണ് ഈ സോൾ ട്രേഡേഴ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബാങ്കിങ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസിൻ്റെയൊക്കെ കണക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വെർട്ടിക്കൽ ഫാം ഉപയോഗിക്കും. പക്ഷേ സോൾ ട്രേഡേഴ്സ്, പാർട്ട്ണർഷിപ്പ് അതുപോലെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് തന്നെയാണ് ഹൊറിസോണ്ടൽ ഫോമാണ് ഉപയോഗിക്കുന്നത്. ദ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് അക്കൗണ്ട് ഇസ് കോൾഡ്. അതായത് അക്കൗണ്ടിൻ്റെ ടി ഷേപ്പിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ദർ ആർ 2 സൈഡ്സ്, അതിന് 2 സൈഡ്സ് ഉണ്ട്. നെയിംലി റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും. അതായത് ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ പറയുന്നത് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലൈബിലിറ്റീസും റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ അസറ്റ്സും, അങ്ങനെ ടി ഷേപ്പിൽ ചെയ്യുന്നതാണ്. അതിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈബിലിറ്റീസ് എമൗണ്ട്, അതേമാതിരി അസറ്റ്സ് എമൗണ്ട്. അപ്പോൾ അതിന് ലൈബിലിറ്റീസിൽ കറണ്ട് ലൈബിലിറ്റീസിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതേപോലെ ഫിക്സ്ഡ് ലൈബിലിറ്റീസ് വരുമ്പോൾ ബാങ്ക് ലോണ്, റിസർവ് ഫണ്ട്, ക്യാപിറ്റൽ,
അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റും ഡ്രോയിങ്സ് ഒക്കെ മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി. അസറ്റ് സൈഡ് பார்த்திங்க அப்படின்னா ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്വേർഡ് ഇൻകം, അത് കറണ്ട് അസറ്റ്സിൽ. ഫിക്സഡ് അസറ്റ്സിൽ വരുമ്പോൾ ഫർണിച്ചേഴ്സ്, ലൂസ് ടൂൾസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്, പേറ്റൻറ്റ്, ഗുഡ് വിൽ. ഇതാണ് ஹாரிசான்டல் ஃபார்மில் நம்ம சொல்கிறது. அடுத்து வெர்டிக்கல் ஃபார்ம் ஆஃப் பேலன்ஸ் ஷீட்டில் பார்த்திங்கன்னா the presentation of balance sheet in the form statement is called vertical form of balance sheet. இங்கே T ஷேப்பில் வர்றது ஒன்றுக்கு கீழே ஒன்றா அது போடுறதா வெர்டிக்கல் ஃபார்ம் அப்படின்றது. to shows the sources of fund, its application and net working capital. ഈ മൂന്നെണ്ണമാണ് കാണിക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് ആണ് സോഴ്സസ് ഓഫ് ഫണ്ട്സിൽ ப்ரொப்ரைட்டர்ஸ் ஃபண்டு, லாங் டேர்ம் போரோயிங்ஸ். அதாவது ப்ரொப்ரைட்டர்ஸ் ஃபண்ட் அப்படிங்கிறது கேபிட்டல். அதே மாதிரி லாங் டேர்ம் போரோயிங்ஸ் பேங்க் லோன்ஸ் ഒക്കെ எடுத்திருந்தோம் அப்படின்னா அது. தென் பி பார்த்திங்க அதனுடைய டோட்டல் அங்கே எழுதிடுவோம். தென் பி அப்ளிகேஷன் ஆஃப் ஃபண்ட்ஸில் பார்த்திங்கன்னா ஃபிக்ஸட் அசட்ஸ், அதில் குட்வில், அதாவது நம்ம இந்த ப்ரொப்ரைட்டர்ஸ் ஃபண்டு, லாங் டேர்ம் போரோயிங்ஸ் இதிலேருந்து தான் இதெல்லாம் வாங்குவோம். ஃபிக்ஸ்ட் அசட்ஸு, குட்வில்லு, லேண்ட் அண்ட் பில்டிங்ஸு, அதே மாதிரி பிளான்ட் அண்ட் மெஷினரி, പേറ്റൻറ്റ്, ഫർണിച്ചേഴ്സ് ഇതൊക്കെ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബി വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഷോർട്ട് ടേം ആയിട്ട് വരുന്നതാണ്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ அப்படின்னு வரும்போது ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. വർക്കിംഗ് ക്യാപിറ്റൽ அப்படிங்கிறது ഷോർട്ട് ടേം ഫണ്ടാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾസ് ആൻഡ് സൺഡ്രി ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഇതാണ് വെർട്ടിക്കൽ ഫോമിൽ. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ സ്റ്റോക്ക് വരെ. പിന്നെ ലെസ് കറണ്ട് ലയബിലിറ്റി, സൺഡ്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ്. അതും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടും. ഇപ്പോൾ നമ്മൾ ആക്ച്വലി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൊറിസോണ്ടൽ ഫോമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫോമിലാണ് ചെയ്യുന്നത്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെയൊക്കെ കണക്കുകൾ വരുമ്പോഴാണ് നമ്മൾ ഈ വെർട്ടിക്കൽ ഫോം ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.